അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിവാഹ രംഗത്ത് പ്രായവ്യത്യാസം പലപ്പോഴും ആക്ഷേപങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഒരു പുരുഷൻ തന്നേക്കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പ്രായവ്യത്യാസമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുക, പുരുഷന് പ്രായം കുറവ്, സ്ത്രീക്ക് പ്രായം കൂടുതൽ, അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രായം ഒരുപാട് കുറവ്, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം പരസ്പരമുള്ള സമ്മതവും ഇഷ്ടവുമാണ് വിവാഹത്തിൻ്റെ മാനദണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നോക്കിക്കഴിഞ്ഞാൽ, ആയിഷ ബീബിയുമായി ബന്ധപ്പെട്ട വിവാഹത്തിൽ ആയിഷ ബീബിയുടെ പ്രായം പറയുന്നത് അന്നഹ കാനത്ത് ഇൻദഹു 9 സിനീൻ, 9 വയസ്സ് എന്നായിരുന്നു. ഇത് ഇന്നത്തെ കാലവുമായി നമ്മൾ താരതമ്യം ചെയ്തതുകൊണ്ട് കാര്യമില്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുള്ള സംഭവമാണ്. അന്നുള്ള വിവാഹങ്ങൾ പലപ്പോഴും ഈ രൂപത്തിലുള്ളതായിരുന്നു. അത് ഏത് മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും കാണാൻ കഴിയും. അന്ന് ഈ വിവാഹത്തെക്കുറിച്ച് ആരും, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതിടക്ക് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ആയിഷ ബീബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്. എന്നാൽ ഖദീജ ബീബിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സുള്ളപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ഖദീജ ബീബിയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രായ വ്യത്യാസം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ പരസ്പരമുള്ള തൃപ്തിയും സമ്മതവും വിവാഹത്തിന് ആവശ്യമാണ്. മാത്രമല്ല, ഈ പ്രായ വ്യത്യാസം കാരണം ഒരു മാനസിക പൊരുത്തമില്ലായ്മ വരാൻ പാടില്ല. അപ്പോൾ ഏജ് ഗ്യാപ്പ് കൊണ്ട് മാനസിക പൊരുത്തമില്ലായ്മ വന്നാൽ അത് വിവാഹ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പരസ്പര സമ്മതവും ഇഷ്ടവും, അത് നിർബന്ധിച്ചുകൊണ്ടൊന്നും വിവാഹം കഴിപ്പിക്കാൻ പാടില്ല. പരസ്പര സമ്മതവും ഇഷ്ടവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിവാഹങ്ങൾ അനുവദിക്കപ്പെടുകയുള്ളൂ, അത് സ്വീകാര്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് വിവാഹത്തിൻ്റെ പ്രായം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് 18 വയസ്സും പുരുഷന് 20 വയസ്സുമാണ്. ആ നിയമം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചില രാജ്യങ്ങൾക്ക് വ്യത്യസ്തമായ നിയമം, 16 വയസ്സുള്ള രാജ്യങ്ങളുണ്ട്. അതേപോലെ അതൊക്കെ ഓരോ രാജ്യത്തിൻ്റെ ഭൗതിക സാഹചര്യം അനുസരിച്ച് നിയമ സംവിധാനങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.